മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഈമാനിക ബന്ധം അത് കാലം മാറിയതുകൊണ്ടോ സ്ഥലം ദൂരത്തായതുകൊണ്ടൊന്നും മാറൂല എന്നാണ് ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എത്രയോ കാലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാ ഖുതുബയിലും ദ്വാരക്കുന്നുണ്ട്. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുവഹിദീങ്ങളായ അടിമകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫിലസ്തീൻ. ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന സാധുക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അവരുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണുള്ളത്? ഈമാൻ എന്ന് പറയുന്ന ബന്ധമാണ്. അതാണ് ഖുതുബയിൽ പറഞ്ഞത്, റാബിത്തത്തുൽ ഈമാനി ലാ തതഅസ്സറു ബിതതാവുലിൽ അസ്മാനി വതഗയ്യുരിൽ മകാൻ. സ്ഥലം മാറിയതുകൊണ്ടോ കാലം മാറിയതുകൊണ്ടോ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഈമാൻ എന്ന് പറയുന്ന ബന്ധത്തിന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ വേണ്ടത്. നമ്മളെ നാട്ടിൽ മഴ കിട്ടാതിരിക്കുമ്പം മാത്രമല്ല മഴ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും നമ്മളോട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തൂഫയിൽ പറഞ്ഞു, വഇൻ കാനൽ മുഹ്താജു ഇലൈഹി ത്വായിഫത മുസ്ലിമീന ഖലീല. നമുക്ക് ധാരാളം മഴ കിട്ടുന്നുണ്ട്, പക്ഷേ ലോകത്തിൻ്റെ ഏതോ ഒരു മുക്കുമൂലയിൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഒരു ചെറിയ വിഭാഗം, ഒരു ന്യൂനപക്ഷം മഴ കിട്ടാതെ മഴയ്ക്ക് വേണ്ടി ആവശ്യമുള്ളവരായി തീരുമ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താ. ഒരു വിപത്തിറങ്ങുമ്പോൾ 5 നേരത്തെ നിസ്കാരത്തിൽ കുനൂത്തോതണം. നാസിലത്തിന്റെ കുനൂത്ത് എന്നാ പറയാ. അത് നമ്മെ ബാധിക്കുന്ന വിപത്തിന്റെ പേരിൽ മാത്രം ഓതാനല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ലിന്നാസിലത്തിൽ ഖാസ്സത്തി വൽ ആമ്മ, പൊതുവെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും ബാധിക്കുന്ന വിപത്തിനു വേണ്ടിയിട്ട് കുനൂത്തോതണം. അതുപോലെ തന്നെ ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന, മുസ്ലിം വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന വിപത്തിന്റെ പേരിലും കുനൂത്തോതണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം എന്താ മനസ്സിലാകുന്നത്? നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുകയും മുഅ്മിനീങ്ങൾക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ടെൻഷനുകളിൽ, അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ ഭാഗവാക്കാവുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അല്ലാഹുമ്മ അൻജിൽ മുസ്തദ്അഫീന മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്ന് അടിച്ചമർത്തപ്പെടുന്ന സാധുക്കളായ ആളുകൾക്ക് നീ രക്ഷ കൊടുക്കണം. പല മുഅ്മിനീങ്ങളെയും പിടിച്ച് മക്കയിലെ കാഫിരീങ്ങൾ അതിശക്തമായി പീഡനത്തിനിരയാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം ദിവസങ്ങളോളം ഖുനൂത്ത് ഓതിക്കൊണ്ട് പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ അൻജിൽ മുസ്തദ്അഫീന മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്ന് പീഡിതരായ, ബലഹീനരായ, അധസ്ഥിതത്വം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രത്യേകം രക്ഷയൊരുക്കണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. തിരിച്ചും പ്രാർത്ഥിച്ചു, വസ്തുദ് വത്അതക അലാ മുളർ. ആ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പീഡനത്തിനിരയാക്കുന്ന മുളർ ഗോത്രത്തിലെ കാഫിരീങ്ങൾക്കെതിരെ നീ നിന്റെ ചവിട്ട് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അവരെ പാടെ നീ നശിപ്പിക്കണമെന്ന് ശത്രുക്കൾക്കെതിരെയും ദുആ ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉംദത്തുൽ ഖാരിയിൽ പറഞ്ഞു, ഇത് നമുക്ക് നൽകിയ ഒരു പാഠമാണ്. വഫീഹി ദുആഉ അലദ്ദാലിമി ബിൽ ഹലാക്ക്. ലോകത്ത് ആര് അക്രമം അയച്ചു വിടുന്നുണ്ടെങ്കിലും അക്രമികൾക്ക് നാശമുണ്ടാകാൻ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വദ്ദുആഉ ലിൽ മുഅ്മിനീന ബിൻ നജാത്ത്. ലോകത്ത് മുഅ്മിനീങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും ദ്വാരക്കണമെന്നത് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആര് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരെ പ്രയാസം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുന്നിലുള്ള ആളുകളെ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത് ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ്. ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന അസ്റഅ ദുആഇ ഇജാബത്തൻ ദുആഉ ഗായിബിൽ ഗായിബ്. അല്ലാഹു പെട്ടെന്ന് ഉത്തരം തരുന്ന ദുആ ഏതാ? ഒരാൾ മുന്നിലില്ലെങ്കിൽ, നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ലെങ്കിൽ, സദസ്സിലില്ലെങ്കിൽ
അയാൾ നമ്മളെ തൊട്ട് മറഞ്ഞിരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് അള്ളാഹു പെട്ടെന്ന് ഉത്തരം തരുന്ന പ്രാർത്ഥനയാണ്. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ സിഫത്തു സ്വഫയിൽ പറയുന്നുണ്ട്, മഹാനായ ഉവൈസുൽ ഖറനി, ആരാ ഉവൈസുൽ ഖറനി എന്ന് പറഞ്ഞാൽ ഖൈറു താബിഈൻ, താബിഈങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവർ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചയാളാ ഉവൈസുൽ ഖറനി. മഹാനവറുകളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഒരാൾ. എന്നിട്ട് മഹാനവറുകളോട് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞു. തിരിച്ചു പോരാൻ നേരത്ത് പറഞ്ഞു, വാസിൽനാ ബി സിയാറ, ഓ ഉവൈസുൽ ഖറനി തങ്ങളെ, ഇടക്കിടക്ക് നമ്മളെ ഒന്ന് സന്ദർശിച്ച് സിയാറത്ത് ചെയ്ത് ഈ ബന്ധമൊന്ന് നിലനിർത്തണേ. ഞാൻ ഇടക്ക് നിങ്ങളെ കാണാൻ വേണ്ടി വരും, ഇടക്ക് നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മെ ഒന്ന് സന്ദർശിച്ചിട്ട് ഒന്ന് അനുഗ്രഹിച്ചാലും എന്ന് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയാ, ഖദ് വസൽതുക ബിമാ ഹുവ അൻഫഉ ലക മിന സിയാറ, നീ എന്നെ കാണാൻ വരുന്നതിനേക്കാളും ഞാൻ നിന്നെ കാണാൻ വരുന്നതിനേക്കാളും നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെന്താ? അദ്ദുആ ബിളഹ്റിൽ ഗൈബ്, നീ എന്നെ കാണാൻ വന്നില്ലെങ്കിലും നിന്നെ ഓർത്ത് ഞാൻ പലപ്പോഴും ദ്വാർക്കാറുണ്ട്. നിന്റെ അസാന്നിധ്യത്തിൽ, അഭാവത്തിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നിന്നെ ചിലപ്പോൾ കാണാൻ വരുന്നതിനേക്കാളും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിനേക്കാളും ഉപകാരം കാണാതെയുള്ള പ്രാർത്ഥനയായിരിക്കും. കാരണം ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ അയാളെ മുന്നിൽ വെച്ചിട്ട് അയാൾക്ക് ദ്വാരന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പല ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടാകും. അതേസമയം നമ്മൾ കാണാതെ, നമ്മൾ അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഇഖ്ലാസിൽ നിന്ന് വരുന്നതാണ്, ആത്മാർത്ഥതയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് മുന്നിലില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് അത്രയും വലിയ മഹത്വമുണ്ടായത്. മഹാനായ ഉവൈസുൽ ഖറനി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അവരുടെ ടെൻഷനുകളിൽ നമ്മൾ പങ്കാളികളാവണം. മഹാനായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ലവാഖിഉൽ അൻവാറിൽ ഉദ്ധരിക്കുന്നുണ്ട്, അലൈക ബിർറഹ്മതി ലിജമീഇൽ മുസ്ലിമീന, എല്ലാ മുസ്ലിമീങ്ങളോടും മനുഷ്യ നിനക്കെപ്പോഴും കൃപ വേണം, കാരുണ്യം വേണം, സ്നേഹം വേണം. ഇൻ അറത്ത അൻ തുർഹം, നിനക്ക് റബ്ബിന്റെ കാരുണ്യം കിട്ടണമെന്ന്, റഹ്മത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ, നീ താല്പര്യപ്പെടുന്നുണ്ടോ, എന്നാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും നീ കാരുണ്യം കാണിക്ക്, എല്ലാവർക്കും നീ അനുഗ്രഹം ചെയ്, എല്ലാവരോടും നീ സ്നേഹം കാണിക്ക്. വമിനർ റഹ്മതി, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും നീ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാരുണ്യത്തിന്റെ ഭാഗമാണ് അൻതഹ്മില ഹുമൂമഹും, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അനുഭവിക്കുന്ന ടെൻഷനുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ആശങ്കകൾ അത് നീ ഏറ്റെടുക്കുക, അതിൽ നീ ഭാഗവാക്കാവുക, അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി നീ ദ്വാരക്കുക എന്നത് എല്ലാവരോടും നീ ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും കാരുണ്യമുള്ള, കൃപയുള്ള മനസ്സിൻ്റെ ഉടമകളായി എപ്പോഴും അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.